ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അങ്ങനെ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ സച്ചിക്ക് വേണ്ടിയിട്ട് അച്ചമ്മ രംഗത്തിറങ്ങുന്ന ഭാഗമാണ്. പോലീസ് സ്റ്റേഷനിൽ പെട്ട സച്ചിനെ ഇറക്കി കൊണ്ടുവരുന്നൊരു ഹീറോയിനായിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ അച്ചമ്മ. അപ്പോൾ കഥ ഞാൻ പറയാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ സച്ചി ലോക്കപ്പിലായിട്ട് അതിൻ്റെ വിഷമത്തിലാണല്ലോ രേവതിയും ചന്ദ്രോദയത്തിലുള്ള എല്ലാവരും അതിൽ സന്തോഷിക്കുന്നവരുമുണ്ട്. അങ്ങനെ ലോക്കപ്പിലായി രേവതി ഇരുന്ന് കരയുമ്പോൾ രേവതി ഇരുന്ന് കരയുന്ന സമയത്ത് ഒരു പാട്ടാണ് അവിടെ വരുന്നത്. സച്ചി ലോക്കപ്പിലിരുന്ന് കരയണു, രേവതി ചന്ദ്രോദയത്തിലിരുന്ന് കരയണു. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം എന്നുള്ളൊരു പാട്ടാണ് അതിൽ എൻട്രി വരുന്നത്. അത് കഴിഞ്ഞ് രേവതി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് രേവതീനെ റൂമിലേക്ക് കൊണ്ടുപോയാക്കി. അങ്ങനെ രേവതിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വർഷയും ശ്രീകാന്തും വിളിക്കാൻ വരുന്ന സമയത്ത് രേവതി പറയണേ, എനിക്ക് വേണ്ട വർഷയെന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ചേച്ചി, എന്തെങ്കിലും ഒന്ന് കഴിക്കണം ചേച്ചി, ഇങ്ങനെ കഴിക്കാതിരുന്നിട്ട് എന്താ കാര്യം സച്ചേട്ടനെ നമ്മൾ നാളെ ഇറക്കുമല്ലോ, അതിനുള്ള വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയണം വർഷ. അപ്പോൾ രേവതി പറയും, എങ്ങനെ വർഷ ജാമ്യം കിട്ടില്ല എന്നല്ലേ പോലീസ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഭയങ്കര കരച്ചിലാണ്. ഈ സമയത്ത് രവീന്ദ്രൻ കയറി വരും ഫുഡും കൊണ്ട്. എന്നിട്ട് പറയും, മോളെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് മരുന്ന് കഴിക്കുക, സച്ചിക്ക് ഇപ്പോൾ അവിടെ സമാധാനം ഉണ്ടാവില്ല മോളുടെ കാര്യം ആലോചിച്ചിട്ട്, മോളെന്താ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ പറയും, ഇല്ല അച്ഛൻ എനിക്കൊന്നും ഇറങ്ങില്ല, ദയവ് ഇതെന്നെ നിർബന്ധിക്കണം, എൻ്റെ സച്ചിയേട്ടൻ വരാതെ എനിക്കൊന്നും ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഉറക്ക കരയാണ്. അങ്ങനെ കരയുമ്പോൾ വർഷ ആശ്വസിപ്പിക്കാൻ, ഇല്ല ചേച്ചി ശരിയാവും, നാളെ നമ്മുടെ സച്ചിയേട്ടൻ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് ആശ്വസിപ്പിക്കുകയാണ്. വർഷ ശ്രീകാന്തിനോട് പറയും, ശ്രീകാന്തെ നീ പൊക്കോ, ഞാൻ ചേച്ചിയുടെ കൂടെ കിടക്കണത്, നീ പൊക്കോട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വർഷ ശ്രീകാന്തിനെ പറഞ്ഞയച്ചിട്ട് രേവതിയുടെ കൂടെ കിടക്കണം. രേവതിയുടെ കൂടെ കിടക്കുമ്പോൾ ഒരു അനിയത്തിയുടെ കെയറിങ് വർഷ രേവതിനെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് പറയും, ചേച്ചി ഉറങ്ങിക്കോട്ടോ എന്ന് സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പറയാണ്. ആ സമയത്ത് രേവതി രാത്രി ഇരുന്ന് കരയാണ്. ആ സമയത്ത് സച്ചി ലോക്കപ്പിലിരുന്ന് ആലോചിക്കാൻ, എൻ്റെ രേവതി ഭക്ഷണം കഴിച്ചാവോ മരുന്ന് കഴിച്ചാവോ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, ഞാൻ അടുത്തില്ലാതെ അവളൊന്നും കഴിക്കില്ല, എൻ്റെ ദൈവമേ എൻ്റെ വീട്ടുകാർക്ക് ഇതെങ്ങനെ സഹിക്കും, ഈശ്വര ഞാൻ എന്തൊരു കുരുക്കിലാണ് വന്ന് പെട്ടേക്കണമെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ ലോക്കപ്പിലിരുന്ന് കരയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം പുലർന്ന സമയത്ത് രേവതിക്ക് വർഷം മരുന്നെടുത്ത് കൊടുക്കാൻ. ഇത് കണ്ടിട്ടാണ് അച്ഛമ്മ വരുന്നത്. അച്ഛമ്മ പറയാം, എൻ്റെ മോളെ എഴുന്നേറ്റ് എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നത്, രാത്രി ഉറങ്ങിയിട്ട് വേണ്ടേ അച്ഛമ്മ എഴുന്നേക്കാൻ, തലവേദനിച്ചിട്ട് വയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ടാബ്ലറ്റ് എടുത്ത് കൊടുക്കുകയാണെന്ന് പറയും. അപ്പോൾ അച്ഛമ്മ പറയും, എൻ്റെ മോൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഇന്ന് സച്ചി ഇവിടെ ഉണ്ടാവും, അച്ഛമ്മയല്ല നിനക്ക് വാക്ക് തരണേ എന്നൊക്കെ പറയും. അപ്പോൾ രേവതി പറയും, ജാമ്യം കിട്ടില്ല എന്നല്ല അച്ഛമ്മയെ പറയുമ്പോൾ നീ ധൈര്യമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വർഷ നീ വക്കീലിനെ ഏൽപ്പിച്ചിട്ടില്ല, അയാളോട് വേണ്ടാന്ന് പറയും. അപ്പോൾ വർഷമൊക്കെ എന്താ അച്ഛമ്മയെ ചോദിക്കും, വേണ്ട പറയുക, അയാൾ ജാമ്യം കിട്ടാൻ നോക്കാമെന്നല്ലേ പറഞ്ഞുള്ളൂ, ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞില്ലല്ലോ, സച്ചിനെ എന്ന് ഇറക്കണത് ഞാനാ, നീ അയാളോട് വിളിച്ചിട്ട് വേണ്ട ജാമ്യം എടുക്കണ്ടെന്ന് പറയും. അപ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവില്ല എന്താന്ന്. അപ്പോൾ അച്ഛമ്മ പറയും, ഞാൻ ഇറക്കിക്കൊണ്ടുവരും സച്ചിനെ, എനിക്ക് ഉറപ്പാവൻ ഒരു സ്ത്രീയുടെ മേലും കൈവയ്ക്കില്ല എന്നതുകൊണ്ട് ഞാൻ ഇറക്കിക്കൊണ്ടുവരേണ്ട സച്ചിനെ, നീ ധൈര്യമായിട്ടിരിക്കും മോളെ പറഞ്ഞിട്ട് രേവതിക്ക് ധൈര്യം കൊടുക്കുകയാണ് അച്ഛമ്മ. ഈ സമയത്ത് ശരത്ത് ആൻ്റണീനെ വിളിക്കുകയാണ്. ശരത്ത് ആൻ്റണീനെ വിളിക്കുമ്പോൾ ആൻ്റണി പറയുകയാണ്, വയ്യടാ ശരത്തെ, തീരെ വയ്യ. അവിടെ ഇന്നുള്ളൂ, വയ്യട ശരത്തെ തീരെ വയ്യ, സച്ചി എന്നെ അടിച്ച് തവിടുപിടിയൊക്കെ അഞ്ജലീനെയും അവൻ അടിച്ചു, എനിക്ക് തീരെ വയ്യടാ, സംസാരിക്കാനും കൂടി വയ്യ എന്നൊക്കെ പറയുമ്പോൾ ശരത്ത് പറയും, ആണോ അപ്പോൾ സച്ചിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ട് പറയുമ്പോൾ അവിടെ കിടക്കട്ടെ ആൻ്റണി ഏട്ടാ, ശിക്ഷ അനുഭവിക്കട്ടെ, തെറ്റ് ചെയ്തവരെ ശിക്ഷ അനുഭവിക്കട്ടെ, ജയിലിൽ കിടക്കട്ടെ അയാളെന്നൊക്കെ പറയണം. അപ്പോൾ ഇത് മുഴുവൻ ദേവു കേൾക്കുന്നുണ്ട്, ദേവു പിന്നിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ആൻ്റണി ഏട്ടാ, ഞാൻ നിങ്ങളെ കാണാൻ വീട്ടിലേക്ക് വരാൻ പറയുമ്പോൾ, അയ്യോ വേണ്ട, കാരണം അവൻ ഓഫീസിലാണ്, അവൻ വെറും നുണയെ പറയണത്, അവൻ ഓഫീസിലാണ്. അപ്പോൾ അവൻ പറയും, വേണ്ട ശരത്തെ നീ ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട, ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഓഫീസിലേക്ക് വരും, അപ്പോൾ കാണാനോട് കൂടുതൽ സംസാരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ട്, അതുകൊണ്ട് ശരത്തെ ഞാൻ വെക്കുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആൻ്റണി തടിതപ്പാണ്. അപ്പോൾ ശരത്ത് ശരി പറഞ്ഞ ശരത്ത് നിൽക്കുന്ന സമയത്ത് ദേവ് വന്നിട്ട് പറയാം, എടാ നീ ശരത്തിൻ്റെ കൂടെയാണോ നീ ആൻ്റണിയുടെ കൂടെയാണോ നിൽക്കേണ്ടത്, അതോ നീ സച്ചേട്ടൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്, സച്ചേട്ടൻ ലോക്കപ്പിലാണെന്ന് നിനക്ക് അറിയാലോ, അവിടെ കിടക്കട്ടെ, അയാൾ ചെയ്തതിനുള്ള ശിക്ഷ അയാൾ അനുഭവിക്കട്ടെ പറയുമ്പോൾ ശരത്തെ നീ ഇങ്ങനെ ആൻ്റണിയുടെ കൂടെ കൂടരുത്, നമ്മുടെ ചേച്ചിയുടെ ഹസ്ബൻഡായിട്ട് സച്ചിട്ട് ആയിക്കോട്ടെ, അയാൾ ചെയ്തതിന് അയാൾ അനുഭവിക്കട്ടെ, അതിനിപ്പോൾ എനിക്ക് എന്താണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലക്ഷ്മി വന്നിട്ട് പറയും, ഒരിക്കലും സച്ചി അങ്ങനെ ചെയ്യില്ല, സച്ചി ഒരു സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറില്ല, ഇതെന്തോ കള്ളക്കേസാണ്, ഇത് ആൻ്റണിയുടെ കള്ളത്തരാണ്, ഇത് ആൻ്റണി അവനെ പെടുത്തിയതാണെന്നൊക്കെ പറയും. പിന്നെ അയാൾ ചെയ്തതിൻ്റെ ഫലം അയാൾ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശരത്ത് ഇറങ്ങി പോവാണ്. പക്ഷേ ലക്ഷ്മിക്കും ദേവുവിനും അറിയാം ഒരിക്കലും സച്ചി അങ്ങനെ ചെയ്യില്ല എന്ന്, അവരത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അച്ചമ്മ കയറി വരുന്ന സമയത്ത് പോലീസുകാരൊക്കെ തടയാൻ നോക്കി, സമ്മതിക്കണില്ല. അങ്ങനെ അച്ചമ്മ ഇടിച്ചു കയറി പോലീസ് സ്റ്റേഷനിൽ കയറി. അപ്പോൾ നിങ്ങൾ എവിടേക്കായി പോകണമെന്നൊക്കെ ചോദിക്കാൻ കോൺസ്റ്റബിൾ. അപ്പോൾ എസ് ചോദിക്കും, ഇവർ ആരെ അങ്ങോട്ട് കടത്തിയിട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് കേൾക്കാതെ കയറി വന്നതാണെന്ന് പറയണം. അപ്പോൾ ചോദിക്കും, എവിടെ എൻ്റെ മോൻ ചോദിക്കും, ഏത് മോൻ, എൻ്റെ മോൻ എവിടെ, സച്ചി ഇല്ലാത്ത കേസിൽ കുടുക്കിയിട്ട് നിങ്ങൾ അവന് ജയിലിലടച്ച് അവന് ലോക്കപ്പിലിട്ടേക്കല്ല, അവൻ എവിടെ ചോദിക്കും, അവൻ ഇവിടെ ഉണ്ട്, അവൻ ചെയ്ത തെറ്റിന് തന്നെയാണ് ലോക്കപ്പിലിട്ടേക്കണം, പിന്നെ
അമ്മേ ഒരാളങ്ങോട്ട് ഒരു കാര്യം പരാതി വന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ മേലെ ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് ആരധികാരം തന്നത്? എൻ്റെ സ്വഭാവം നിങ്ങൾ വെറുതെ ചേക്കാം, നിങ്ങൾ എവിടുത്തെ പോലീസാന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛമ്മ കിടന്നിട്ട് അട്ടഹസിക്കുകയാണ് പോലീസിനോട്. അപ്പോൾ പോലീസിന് ദേഷ്യം വരണം, എസ് ഐക്ക് ദേഷ്യം വരണം. എസ് ഐ പറയും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ, അതാ നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് എസ് ഐ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പേടിപ്പിക്കല്ലേ സാറേ, അങ്ങനെയൊന്നും കലാവധി വരലില്ല. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെയും കൊണ്ട് പുളുവ് അവൻ ലോക്കപ്പിൽ കിടക്കും, അവൻ ഇന്ന് ഞാൻ കോടതിയിൽ ഹാജരാക്കും, അവിടുന്ന് അവൻ ജയിലിലും കിടക്കും. അവൻ ജയിലിലല്ല, അവൻ എൻ്റെ വീട്ടിൽ കിടക്കും എന്ന് പറയും കലാവധി അച്ഛമ്മ. അച്ഛമ്മയുടെ ഒരു ധൈര്യമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ വർഷയുണ്ട് കൂടെ, ശ്രീകാന്ത് ഉണ്ട്, ഈച്ചയുണ്ട്. അപ്പോൾ ഈച്ച ശ്രീകാന്തൊക്കെ പുറത്താണ്, വർഷ അച്ഛമ്മയും കൂട്ടിയിട്ടാണ് ഉള്ളിൽ കയറി വന്നേക്കുന്നത്. എന്നിട്ട് പറയാം സാറിന് എൻ്റെ മോനെ ഇറക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം, വർഷയെ പോയിട്ട് അവളെ കൂട്ടിയിട്ട് പോകാമെന്ന് പറയാം. അപ്പോൾ വർഷ പോയിട്ട് പുറത്ത് പോയിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് ആരെയാണ്? നമ്മുടെ താരം സച്ചി അടിച്ച് കയ്യൊടിച്ചു മർദ്ദിച്ച് ആവശ്യമാക്കി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അഞ്ജനയാണ് വർഷ കൂട്ടിയിട്ട് വരുന്നത്. അഞ്ജനയുടെ കയ്യിൽ ഒരു മുറിയുടെ പാടം ഒന്നുമില്ല, അഞ്ജന കൂളായിട്ടാണ് അഞ്ജന കയറി വരുന്നത്. അപ്പോൾ പോലീസുകാരനോട് ചോദിക്കും കലാവധി, സാറേ ഇവളെ അല്ലേ സച്ചി നല്ല അടിച്ച് ആവശ്യമാക്കി എന്നൊക്കെ പറഞ്ഞത് സാറ് ചോദിക്കുക പറയുമ്പോൾ അഞ്ജനയുടെ അടുത്ത് വന്ന് നോക്കുമ്പോൾ പോലീസുകാരൻ ഞെട്ടിപ്പോവും, കാരണം അഞ്ജനയ്ക്ക് യാതൊരുവിധ കുഴപ്പമില്ല. അപ്പോൾ അഞ്ജന പറയും സാറേ അത് ആൻ്റണി പറഞ്ഞിട്ട് ആൻ്റണി എന്നോട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പൈസയ്ക്ക് അത്യാവശ്യമായി, കാരണം ആൻ്റണി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സച്ചി എൻ്റെ ദേഹത്ത് പോലും തൊട്ടിട്ടില്ല, സച്ചി എന്നെ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല സാറേ, അത് കള്ളപ്പരാതിയായിരുന്നു ഞാൻ തന്നത്, എന്നെ സച്ചി ഉപദ്രവിച്ചിട്ടില്ല, സച്ചി എന്നെ തൊട്ടിട്ട് പോലും ഇല്ല എന്നൊക്കെ അഞ്ജന കുറ്റസമ്മതം പറയാണ്. അപ്പോൾ പോലീസ് ഓഫീസർക്ക് എസ് ഐക്ക് ദേഷ്യം വേണ്ടി പറയും നിങ്ങൾ എന്ത് കള്ളപ്പരാതി തന്നറിയോ, ഇതിൻ്റെ മേലിൽ നിങ്ങളുടെ മേലിൽ ഞാൻ എന്ത് ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ ചോദിക്കാണ് പോലീസിനെ പറ്റിച്ചതിന് നിങ്ങളെ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയോ എന്ന് ചോദിക്കുകയാണ് എസ് ഐ ദേഷ്യം വന്നിട്ട്. അപ്പോൾ പറയും സാറേ ആൻ്റണി പറഞ്ഞിട്ടാണ് എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് എന്നൊക്കെ പറയണം. അപ്പോൾ വർഷ പറയും ഒരു കാര്യമില്ലാണ്ട് ഒരാളങ്ങോട്ട് വന്ന് പരാതി പറയുമ്പോൾ അത് അന്വേഷിക്കാതെ ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് ആരധികാരം തന്നതെന്നൊക്കെ ചോദിക്കും വർഷ എസ് ഐയോട്. അപ്പോൾ അച്ഛമ്മ പറയും ഇപ്പം മനസ്സിലായില്ല എൻ്റെ മോൻ്റെ നിരപരാധിത്വം, ഇനി അവനെ ഇറക്കി വിടാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ, അതോ ഞാൻ നിങ്ങൾക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കണോ എന്ന് ചോദിക്കും. അപ്പോൾ പോലീസ് പറയും കോൺസ്റ്റബിളിനോട് എസ് ഐ പറയും എടാ പോയിട്ട് അവനെ ഇറക്കിയിട്ട് പറയും. അപ്പോൾ സച്ചിയുടെ അടുത്തേക്ക് വരും, സച്ചി വാ എന്ന് പറയുമ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും കോടതിയിലേക്ക് പോകാറായോ സാറേ എന്ന് ചോദിക്കുമ്പോൾ പറയും കോടതിയിലേക്കല്ല വീട്ടിലേക്ക് പോകാനാണ്, നിൻ്റെ അച്ഛമ്മ വന്നിട്ടുണ്ട് നിന്നെ ഇറക്കാമെന്ന് പറയും. അപ്പോൾ സച്ചിക്ക് ഭയങ്കര അത്ഭുതവും, കാരണം സച്ചി അത് വിശ്വസിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സച്ചിനെ അത് കള്ളപ്പരാതിയെന്ന് തെളിഞ്ഞു. അപ്പോൾ പോലീസുകാരൻ പറയും സച്ചി അത് കള്ളപ്പരാതിയെന്ന് തെളിഞ്ഞു, ആ സ്ത്രീ ആൻ്റണിയുടെ കൂടെ നിന്നിട്ട് നിന്നെ ചതിക്കാൻ വേണ്ടി കള്ളപ്പരാതി തന്നതാന്ന് പോലീസിൽ ഏറ്റു പറഞ്ഞു, അതുകൊണ്ട് നിന്നെ കൊണ്ടുപോയി അച്ഛമ്മ വന്നിട്ടുണ്ട് വായോ എന്ന് പറഞ്ഞിട്ട് ലോക്കപ്പിൽ നിന്ന് സച്ചിനെ ഇറക്കി കൊണ്ടുവരണം. സച്ചി അച്ഛമ്മയെ കാണുമ്പോൾ അച്ഛമ്മ ഓടി വന്ന് എൻ്റെ മോനെ നിന്നെ ഇവർ തല്ലിയോടെ ഉപദ്രവിച്ചോടാന്ന് ചോദിക്കുമ്പോൾ പറയും കച്ചവടം. അപ്പോൾ ഉപദ്രവിക്കണമെന്ന് തവളയൊന്നുമില്ല, തവള പോയിട്ടാ കളിച്ചോളൂ ഇല്ല തലയിലോ തുടച്ചു. അപ്പോൾ സച്ചി പറയും എൻ്റെ അച്ഛമ്മ എന്തിനാ എന്നെ ഉപദ്രവിക്കണം, ഒരു കൊലയാളിയോട് പെരുമാറുന്ന പോലെ ഇവരെന്നോട് പെരുമാറിയത്, ചെയ്യാത്ത തെറ്റിന് ഒരു രാവ് മുഴുവൻ ഒരു രാത്രി മുഴുവൻ ഞാൻ ലോക്കപ്പിൽ കിടന്നില്ല, ഇതിലും എന്ത് വലിയ ശിക്ഷ എനിക്ക് തരേണ്ട വെച്ചിട്ടൊരു സച്ചി കൊച്ചു കുട്ടികളെ പോലെ കരയാണ്. അപ്പോൾ വർഷയ്ക്ക് അത് കാണുമ്പോൾ വർഷ സങ്കടം വന്നിട്ട് വർഷ പോലീസിനോട് ചൂടാണ്, സാർ ഇത് ചെയ്തത് അന്യായമാണ്, അക്രമമാണ്, ഒരു സ്ത്രീ തന്ന പരാതിയുടെ പുറത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അച്ഛമ്മ വന്നിട്ട് പറയും ഇതിനെതിരെ ഞാൻ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുത്താൽ എന്താണ്ടാവുന്നുണ്ടോ, നിങ്ങൾക്ക് ഈ കാലാവധീനെ അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എസ് ഐ പറയും അതിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക, ഒരു സ്ത്രീ വന്ന് പരാതി പറഞ്ഞു, അപ്പോൾ ഏതൊരാളാണെങ്കിലും ഇങ്ങനെ ആക്ഷൻ എടുക്കുള്ളൂ, അതന്നെ ഞങ്ങളും ചെയ്തുള്ളൂ, ഇങ്ങനെയാണ് ആക്ഷൻ എടുക്കുക, അന്വേഷിക്കാതെ തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കുക, ഇതാണോ പോലീസ്, ഇതാണോ മനുഷ്യത്വം എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛമ്മ ഒരുപാട് ചൂടാവുകയാണ്. എന്നിട്ട് സച്ചിനെ കെട്ടിപ്പിടിക്കണം. അപ്പോൾ സച്ചി പറയും അച്ഛമ്മയെ അനുഭവിക്കണം, അതിൻ്റെ കൂടുതൽ ഞാൻ അനുഭവിച്ചു, ഒരു കൊലയാളിയോടെന്ന പോലെ ഇവരെന്നോട് പെരുമാറിയത്, ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു കണിക പോലും ഇവരെനിക്ക് തന്നില്ല അച്ഛമ്മേ, എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ ഒതുക്കി, എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഒരുപാട് വിഷമം ഉണ്ടാവും, പക്ഷെ ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛമ്മ. അപ്പോൾ അച്ഛമ്മ പറയും എനിക്കറിയാടാ മോനെ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ, അതിനല്ല അച്ഛമ്മ വന്നത് നിന്നെ ഇറക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു തെറ്റും നീ ചെയ്യാതെ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ അച്ഛമ്മ വന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛമ്മ സച്ചിനെ ആശ്വസിപ്പിച്ച് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും ഒരു പ്രായം മറന്നിട്ട് സ്വന്തം പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ആയി നിന്ന് അവൻ്റെ സത്യസന്ധത തെളിയിച്ച നല്ലൊരു ക്യാരക്ടറായിട്ടുള്ള കലാവധീനെയാണ് നമ്മളിന്ന് അവിടെ കാണുന്നത്. നല്ല ത്രില്ലിങ് എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തെ ചെമ്പനിർപ്പ്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എന്ത് പൊന്നേ.